ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളതും ഈസി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ഇത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. കുഞ്ഞു കുഞ്ഞ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇന്നത്തെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്രം നൗ ഓൺവേർഡ്സ്. ഫ്രം നൗ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതൽ. ഫ്രം ദിസ് മോമെൻറ്റ് ഓൺവേർഡ്സ് എന്നാണ് അതിനർത്ഥം. ഫ്രം നൗ ഓൺ എന്നും പറയാം നമുക്ക്. ഇപ്പോൾ മുതൽ ഞാൻ വളരെ പങ്ക്ച്വലായിരിക്കും. ഇപ്പോൾ മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ഓൺ ടൈം തന്നെ ചെയ്യും. ഇപ്പോൾ മുതൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഇപ്പോൾ മുതൽ എന്ന് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക എന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, നോക്കൂ. ഇപ്പോൾ മുതൽ ഞങ്ങൾ ഈ വർക്ക് ചെയ്യും. ഫ്രം നൗ ഓൺവേർഡ്സ് വി വിൽ ഡു ദിസ് വർക്ക്. ഇപ്പോൾ മുതൽ അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഫ്രം നൗ ഓൺവേർഡ്സ് ഹി വിൽ ഹെൽപ്പ് യു. ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ എല്ലാ സ്ട്രക്ചേഴ്സും പഠിപ്പിക്കും. ഫ്രം നൗ ഓൺവേർഡ്സ് ഐ വിൽ ടീച്ച് യു ഓൾ ദ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈസി അല്ലേ? ഫ്രം നൗ ഓൺവേർഡ്സ്, ഇപ്പോൾ മുതൽ. ഇനി അടുത്ത വളരെ ഈസി ആയിട്ടുള്ള സ്ട്രക്ചർ, ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഫ്രം നൗ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതൽ, ഈ ഒരു മോമെൻറ്റ് മുതൽ എന്നല്ലേ. ഫ്രം ടുഡേ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ, ഈ ഒരു ദിവസം മുതൽ എന്നാണ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി വെരി പങ്ക്ച്വൽ. ഞാൻ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരിക്കും ഇന്ന് മുതൽ. ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി വിൽ റിവൈസ് ഓൾ ദ ലെസൺസ്. ഈ ഇന്ന് മുതൽ എല്ലാ ലെസൺസും ഞങ്ങൾ റിവൈസ് ചെയ്യും. ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി വിൽ റിവൈസ് ഓൾ ദ ലെസൺസ്. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ഗോ ടു ജിം. ഇന്ന് മുതൽ ഞാൻ ജിമ്മിൽ പോകും. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ഗോ ടു ജിം. അപ്പോൾ അതും വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലേ. ഇനി അടുത്തത്, ഇഫ് നീഡഡ്. ഇഫ് നീഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമെങ്കിൽ. ആവശ്യമെങ്കിൽ നീ എൻ്റെ ഹെൽപ്പ് ചോദിച്ചോളൂ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ആവശ്യമെങ്കിൽ നീ ഇവിടെ വന്നോളൂ. ആവശ്യമെങ്കിൽ ഞാൻ അവിടെ വരാം. ആവശ്യമെങ്കിൽ അവൻ ഇവിടെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ആവശ്യമെങ്കിൽ, ഇഫ് നീഡഡ് എന്ന് പറഞ്ഞാൽ ഇഫ് റിക്വയർഡ്, ഇഫ് ഇറ്റ് ഈസ് നെസസറി. അത് ആവശ്യമാണെങ്കിൽ എന്ന മീനിങ് ആണ്. ആവശ്യമാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഇഫ് നീഡഡ് യു ക്യാൻ കോൾ മീ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇഫ് നീഡഡ് ഐ വിൽ കം ദർ. ആവശ്യമെങ്കിൽ ഞാൻ അവിടെ വരാം. വി ക്യാൻ റിവ്യൂ ദ റിപ്പോർട്ട് എഗെയിൻ ഇഫ് നീഡഡ്. ആവശ്യമെങ്കിൽ ആ റിപ്പോർട്ട് നമുക്ക് ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. വി ക്യാൻ റിവ്യൂ ദ റിപ്പോർട്ട് എഗെയിൻ ഇഫ് നീഡഡ്. ഇഫ് റിക്വയർഡ് എന്നാണ് ഇവിടെ മീനിങ്. ഇനി അടുത്തത്, വൺ ആഫ്റ്റർ അനദർ. വൺ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് വന്നു. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഞാൻ ആ ബോക്സിലെ ചോക്ലേറ്റ് ഒക്കെ തിന്ന് തീർത്തു. ഇതാണ് വൺ ആഫ്റ്റർ അനദർ. അതും വളരെ സിമ്പിളാണ് ഉപയോഗിക്കാൻ, വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ. ഇനി എക്സാമ്പിൾസ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് ലാപ്ടോപ്സ് അവൻ വാങ്ങി. ഹി ബോട്ട് മെനി ലാപ്ടോപ്സ് വൺ ആഫ്റ്റർ അനദർ. ഒരു ലാപ്ടോപ്പ് വാങ്ങി, അത് കഴിഞ്ഞ് വേറൊരു ലാപ്ടോപ്പ്, അങ്ങനെ വൺ ആഫ്റ്റർ അനദർ. പ്ലീസ് കം വൺ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞാൽ ഒരാൾ വരിക, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആൾ വരിക, അങ്ങനെ വൺ ആഫ്റ്റർ അനദർ. ഹി എയ്റ്റ് വൺ ചോക്ലേറ്റ് ആഫ്റ്റർ അനദർ അൺടിൽ ദ ബോക്സ് വാസ് ഫിനിഷ്ഡ്. ബോക്സ് ഫിനിഷ് ആവുന്നവരെ ഓരോ ചോക്ലേറ്റ് വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് പുറകെ ഒന്നായിട്ട് എടുത്തെടുത്ത് അവൻ തീർത്തു എന്നാണ്. ഹി എയ്റ്റ് വൺ ചോക്ലേറ്റ് ആഫ്റ്റർ അനദർ അൺടിൽ ദ ബോക്സ് വാസ് ഫിനിഷ്ഡ്. വൺ പേഴ്സൺ ആഫ്റ്റർ അനദർ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ റൂം. ഒരാൾക്ക് പിന്നാലെ വേറൊരാൾ, അങ്ങനെ എല്ലാവരും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നുപോയി. വൺ പേഴ്സൺ ആഫ്റ്റർ അനദർ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ റൂം. ഇനി അടുത്ത കുഞ്ഞ് ഒരു സ്ട്രക്ചർ, ബിലീവ് ഇറ്റ് ഓർ നോട്ട്.
ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. നമ്മൾ പറയുമ്പോൾ സംസാരത്തിലൊക്കെ നമ്മൾ പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ ഇന്ന് വരുന്നുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നിങ്ങളോട് പറയുന്നത് മുഴുവൻ നുണയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും സംസാരത്തിൽ വേണ്ടി വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ബിലീവ് ഇറ്റ് ഓർ നോട്ട് ഉപയോഗിക്കാം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഹീ വിൽ ഹെൽപ്പ് യു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതൊരു കാര്യം നമ്മൾ പറയുകയാണ്. നമ്മൾ കേൾക്കുന്ന ആൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഹി വിൽ ഹെൽപ്പ് യു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഷീ വിൽ ഗോ ടു ദുബായ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൾ ദുബായിൽ പോകും. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഹി വാസ് ടെല്ലിങ് എ ലൈ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്താണ്? ഹി വാസ് ടെല്ലിങ് എ ലൈ, അവനൊരു നുണയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഹി വിൽ കം ഹിയർ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ ഇവിടെ വരും. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഹി ഈസ് ഗോയിങ് ടു ഗിവ് യു എ ഗിഫ്റ്റ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സ്ട്രക്ചേഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും പ്രാക്ടീസ് ചെയ്യണം, യൂസ്ഫുൾ ആയിരിക്കും. പ്രാക്ടീസ് ചെയ്യുക, അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനും ശ്രമിക്കുക.